ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് BV നാഗരത്നയാണ് ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗം. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തന്ത്രിയും ഉൾപ്പെടെ കേസിലെ മുഴുവൻ കക്ഷികളും ഇതിനോടകം വിശദമായ വാദം കോടതിയിൽ എഴുതി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിക്കാൻ പോവുകയാണ്. ഈ വാദത്തിന് ഉള്ള ഏറ്റവും പ്രത്യേകത, സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മറ്റന്നാൾ നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഈ വാദം തുടങ്ങുന്നത്. എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ ഒരു പോക്ക്? എന്താണ് നിയമവിദഗ്ധരൊക്കെ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? കേരളത്തിൽ ഏറെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച, രാഷ്ട്രീയ ചർച്ചകൾക്കും അല്ലാതെയും വഴിവെച്ച ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കുന്നത്. അതും കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് വളരെ തൊട്ടു മുൻപ് സുപ്രീം കോടതി ഇത്തരത്തിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച വലിയ ചർച്ചാ വിഷയമാകും. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഏറെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസിന്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം ഉൾപ്പെടെ വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതിനുവേണ്ടി 9-അംഗ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രൂപീകരിച്ചിരുന്നു. അതിൽ പാഴ്സി മതവിഭാഗത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളൊപ്പം മുസ്ലിം പള്ളികളിലും ദർഗകളിലും സ്ത്രീകളുടെ പ്രവേശനം, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കും. അതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത 3 ദിവസങ്ങളിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കുള്ള വാദം കോടതിക്ക് മുൻപാകെ ഉന്നയിക്കാനുള്ള സമയമാണുള്ളത്. ഈ മാസം 14, 15, 16 തീയതികളിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമുണ്ടാകും. ഈ മാസം 22 വരെ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദമായിട്ടുള്ള വാദം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 2018 ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്നൊരു സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പിന്നീട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. യുവതീ പ്രവേശനത്തിൽ പണ്ഡിത സദസ്സ് ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ദേവസ്വം ബോർഡും തന്ത്രിയും യങ് ലോയേഴ്സ് അസോസിയേഷനും ഉൾപ്പെടെ കേസിലെ എല്ലാ കക്ഷികളും ഇതിനോടകം തന്നെ വാദം കോടതിക്ക് മുൻപാകെ എഴുതി നൽകിയിട്ടുണ്ട്. വിശദമായ വാദം ഇന്നു മുതൽ ആരംഭിക്കും. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക.